യെസ്, അപർണ കുറുപ്പ് കൂടി ചേരുന്നുണ്ട്. അപർണ, നേരത്തെ തന്നെ നമുക്കറിയാം അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ വിനായകന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് വാർത്തകൾ നൽകിയ പശ്ചാത്തലമുണ്ട്. അത് കൃത്യമായി തന്നെ നമ്മൾ സൂചിപ്പിച്ചതുമാണ്. അതായത് ഇത്തരം പരാമർശങ്ങൾ ആര് നടത്തിയാലും അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതുമായി മുന്നോട്ട് പോകാൻ ഒരു നടൻ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലായിരുന്നു അപർണയുടെ ആദ്യത്തെ വീഡിയോ വരുന്നത്. അതിനുശേഷമാണ് ന്യൂസ് 18 നേരെ ഒപ്പം അപർണയ്ക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങൾ എന്നത്. അത് ഏതാണ്ട് അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. കാരണം അത്തരം പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും വിനായകൻ്റെ ഭാഗത്ത് നിന്ന് അത് നേരിട്ട് പോസ്റ്റായി പ്രത്യക്ഷപ്പെടുകയല്ല. ഷാജൻ സ്കറിയെ പോലെയുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പലർക്കും ഓഡിയോ സന്ദേശമായി അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അത് പ്രേക്ഷകർക്ക് കേൾക്കുന്നതിന് വേണ്ടി ആ ഓഡിയോ സന്ദേശത്തിലേക്ക്. എടിയ പറഞ്ഞേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി. ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു, മനസ്സിലായടാ? യെസ്, അപർണ കുറുപ്പ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപർണ, ഇതിപ്പോൾ തുടർച്ചയായി, അതായത് നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ഒരു സമയത്ത് ഇത് ഒരു പ്ലാറ്റ്ഫോമിൽ, പൊതുവായ പ്ലാറ്റ്ഫോം എന്ന് തന്നെ പറയാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, അത് ആർക്കും സ്വീകാര്യമാകുന്ന പ്ലാറ്റ്ഫോം ആണ്. പക്ഷേ ഇപ്പോഴുള്ള ഒരു രീതി എന്നത് ഇത് പല ആളുകൾക്ക് ഇങ്ങനെ അശ്ലീലം, അത് അങ്ങേയറ്റത്തെ അശ്ലീലം ഉപയോഗിച്ചുകൊണ്ടുള്ള പദപ്രയോഗം അത് പറയുക തന്നെയാണ്. നേരത്തെ എഴുത്തായാണ് വന്നതെങ്കിൽ ഇത് ഫോണിലൂടെ ഓഡിയോ മെസ്സേജായി അയക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. തുടരുന്ന അശ്ലീല പ്രയോഗം എന്ന് തന്നെ പറയാം. ഇപ്പോഴും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഈ അശ്ലീല പ്രയോഗം തുടരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇതിന് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ കുറേ അധികം ആളുകൾ പിന്തുണയ്ക്കുന്നു എന്നത് തന്നെയാണോ ഷാജൻ സ്കറിയെ പോലുള്ളവർ പറയുന്ന ആ പിന്തുണയാകാം ഇത്തരം പ്രതികരണങ്ങൾ തുടരാൻ കാരണമെന്നാണ്? അഭിലാഷ്, വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പം പല ഭാഗങ്ങളും നമ്മൾ കേൾപ്പിക്കാതെ വിട്ടത്, അത് ബീപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നത് പുലയാടി മോളെ എന്നുള്ളൊരു വാക്കാണ്. അത് ഒരു കവിത, അച്ഛൻ്റെ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ തന്നെ പറഞ്ഞതാണ്. അത് ആ ഒരു വാക്കാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊക്കെ രണ്ട് കാര്യമാണ്. ഒരു തികഞ്ഞ ഒരു അറ്റൻഷൻ സീക്കിങ്, ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം. രണ്ടാമത്തത് അതൊരു തികഞ്ഞ ഭീരുത്വമാണ്. കാരണം മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയൊക്കെയാണ് ഈ ഓഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നേരിട്ട് അയച്ചു കഴിഞ്ഞാൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെ അത് നേരിടുകയും ചെയ്തിരിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിമർശനമോ വിനായകനെ പോലെ ഒരു നടനെതിരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന കൂട്ടത്തിലൊക്കെ തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രതികരണങ്ങൾ അർഹിക്കാത്തതാണ്. ഇപ്പം പ്രതികരണങ്ങൾ അർഹിക്കാത്ത തരത്തിലുള്ള ഒരു വിഭാഗമാണ് വിനായകൻ എന്ന് കരുതുന്നത് കൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം ഞാൻ ഈ വിഷയത്തിന് ശേഷവും നടത്തിയിട്ടില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നറാകുകയും അങ്ങനെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വേദികളിലൊക്കെ എത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് സമൂഹത്തോട് കാണിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായതുകൊണ്ടാണ് പോലീസ് വിളിക്കുകയും കവിതയാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിജിറ്റൽ നയത്തിനൊരു വിഷയം കൂടെ അതിനകത്തുണ്ട്. അതേസമയം ആ നയം ഉള്ളപ്പോഴും എത്ര പേരെ അറസ്റ്റ് ചെയ്ത് അകത്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നിയമപാലന സംവിധാനവും ഭരണകൂടവും ഒക്കെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. ആ പോസ്റ്റുകൾ മുഴുവൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പോസ്റ്റുകൾ മുഴുവൻ പിൻവലിച്ചതിന് ശേഷം മറുനടൻ മലയാളി ഷാജൻ സ്കറിയെ പോർട്ടലും അങ്ങനെ ഒരു വീഡിയോ വിനായകനെ വിമർശിച്ച് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ആ വീഡിയോയ്ക്ക് ശേഷമാണ് ഈ ഓഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക, മറ്റ് പലർക്ക് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക എന്നതിലൂടെ തികഞ്ഞ ഒരു ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ്. പുച്ഛത്തോടുകൂടി കളയുകയാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം നടത്താൻ പോലും അർഹമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കരുതുന്നില്ല. ഇത്തരം ചില സംഭവങ്ങളെയും ചില വ്യക്തികളെയൊക്കെ നമ്മൾ സമൂഹത്തിൽ ആ രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പോലും ഉണ്ട് എന്ന് കരുതുന്നില്ല.